സുഹൃത്തുക്കളെ, ശങ്കരാടിയുടെ ഒരു പ്രശസ്ത ഡയലോഗുണ്ട്. പ്രഥമ ദൃഷ്ടിയ അകലിച്ചലാണെങ്കിലും അന്തർധാര സജീവമായിരുന്നെന്ന്. ഞാൻ അത് പറയാൻ കാരണം, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ തടഞ്ഞു നിർത്തി അദ്ദേഹത്തിന്റെ ഗ്ലാസ് താഴ്ത്തി, അദ്ദേഹം പോകുന്ന കാറിന്റെ ഗ്ലാസ് താഴ്ത്തി കൈകൾ ഇട്ടിട്ട് അദ്ദേഹത്തിന് കൈ ചേർത്ത് പിടിച്ച് അദ്ദേഹത്തോട് അനുഗ്രഹം വാങ്ങിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരുടെ ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ തൊട്ടപ്പുറത്ത് ഗോവിന്ദമാഷ് ഇരിക്കുന്നു. ഗോവിന്ദമാഷെ, ഇങ്ങടെ കൂടി ഒരു അനുഗ്രഹം വേണം. ഈ സമരം നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് വിജയിപ്പിക്കേണ്ടത്. കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള സമരമാണ്, അപ്പൊ നിങ്ങൾ കൂടി ഒപ്പം വേണ്ടേ എന്ന് ചോദിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കൂ. കോൺഗ്രസും CPI CM-ന്റെ ഗോവിന്ദമാഷ് എല്ലാം അനുഗ്രഹം ഞങ്ങൾക്ക് വേണം. പ്രമേയം പാസ്സാക്കിയാണ് നന്ദി പറയും. നിയമസഭ പ്രമേയം പാസ്സാക്കി കേന്ദ്രത്തിനെതിരെ സമരമായതുകൊണ്ട് ഒരു ഗവൺമെന്റ് CM-നെ ഇറക്കാത്ത ഞങ്ങൾ CM മാഷേ ഗോവിന്ദമാഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ചിരി വരുന്നുണ്ട് കേട്ടോ. ഞാനാ പറഞ്ഞ ശങ്കരാടിയുടെ ഇത്ര ഡയലോഗുകളൊക്കെ എത്ര കാലം കഴിഞ്ഞാലും ശ്രീനിവാസൻ ചേട്ടന്റെ എഴുത്തുകളും ഡയലോഗുകളൊക്കെ എത്ര കാലം കഴിഞ്ഞാലും നിലനിൽക്കുന്നതാണ്. ഇതിനെ താഴത്ത് കാണുന്ന കമന്റുകൾ ഉണ്ടല്ലോ, എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നമുക്ക് സഹിക്കില്ല. അമ്മാതിരി കമന്റുകളാണ്. പിണറായിക്ക് കൈ കൊടുത്തതിന് പ്രതാപനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കുമെന്ന് വക്താവ് സ്മൃതി പരത്തിക്കാട്. നാണമുണ്ടോ പ്രതാപൻജി? പിണറായിയുടെ ഒരു മാഷിന്റെ സഹായം കോൺഗ്രസിന് വേണ്ട. എന്നെപ്പോലുള്ള സാധാ ജനം പമ്പര വിഡ്ഢികളല്ലേ? നാണക്കേട്. എങ്ങനെ തൃശ്ശൂർ പിടിക്കും? യുവന്മാർക്ക് വോട്ട് ചെയ്യുന്ന യുവന്മാർക്കിടി തമ്മിൽ തല്ലുന്ന അണികൾ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗംഭീര എഴുത്തുകളാണ് ഇതിന്റെ താഴത്തെ കാണുന്നത്. ഇനി എന്താണ് കോൺഗ്രസിൽ സംഭവിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ പ്രതാപൻജി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെതിരെ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനോടനുബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്ന് തോൽപ്പിച്ചുവിട്ടൊരു മനുഷ്യനാണ് പ്രതാപൻ എന്ന് പറയുന്ന ഒരു കേൾവിയൊക്കെ ഒരു ശ്രുതിയൊക്കെ ഇങ്ങനെ കറങ്ങിയിറങ്ങുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതാപനാണ് തൃശ്ശൂരിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് കച്ചകെട്ടിയിരുന്നത്. അദ്ദേഹത്തിന്റെ പോസ്റ്റർ അടക്കം അച്ചടിച്ചു, അത് ഒട്ടിച്ചു. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് ആ പോസ്റ്റർ ഒട്ടിച്ചൊക്കെ മാറ്റുകയും അവിടേക്ക് മുരളീധരന്റെ പോസ്റ്റർ ഒട്ടിക്കേണ്ട അവസ്ഥ നമ്മുടെ പ്രതാപൻജിക്ക് വന്നു എന്നുള്ളതാണ്. വരിക മാത്രമല്ല, മുരളീധരൻ വന്നപ്പോൾ പിന്നെ നാടകമായിരുന്നു. പരസ്യമായിട്ട് ചുംബിക്കുന്നു, വേർപ്പ് ഒപ്പിക്കൊടുക്കുന്നു പറയുന്ന നാടകങ്ങളൊക്കെ നമ്മൾക്ക് കാണേണ്ടി വന്നു. അങ്ങനെ പിന്നിൽ നിന്ന് ഇങ്ങനെ അടക്കം ചുംബിച്ച തന്റെ വേർപ്പ് ഒപ്പിയ ആ ഒരു മനുഷ്യൻ എന്നെ പിന്നിൽ നിന്ന് കുത്തി എന്ന് പിന്നീട് മുരളീധരൻ പറയുകയും ചെയ്തു. 8-8 നമ്മുടെ മുരളീധരൻ അവിടെ തോൽക്കുകയും ചെയ്തു. ഇതിനൊക്കെ പുറത്ത് പ്രതാപനാണ് ആ ഒരു തോൽവിക്ക് കാരണമെന്നുള്ള വർത്തമാനങ്ങളൊക്കെ നിൽക്കെ തന്നെയാണ് പിണറായി വിജയൻ വരുന്ന സമയത്ത് അദ്ദേഹത്തിനെ കാറ് തടഞ്ഞു നിർത്തി അദ്ദേഹത്തിന്റെ ആ കാറിനുള്ളിലേക്ക് തലയിട്ട് കൈ കൊടുത്ത് നന്ദിയുണ്ട് കേട്ടോ, ഇങ്ങനത്തെ ഒരു പ്രമേയം പാസ്സാക്കിയതിന് നന്ദിയുണ്ടെന്ന് പറയുന്നത്. ഇത് എത്ര കോൺഗ്രസ്സുകാർക്ക് അംഗീകരിക്കാൻ സാധിക്കും? എനിക്ക് തോന്നുന്നത് കോൺഗ്രസ്സുകാർക്ക് ഒരുപക്ഷെ ഇദ്ദേഹത്തെടുത്ത് പുറത്താക്കാൻ ഇത് മാത്രം മതിയോ? പ്രതാപൻ നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഉദ്ദേശമുണ്ടെന്ന് തോന്നുന്നു. CM എന്നുള്ള നീട്ടിവിളിയും ജനങ്ങളുള്ളിൽ ഒരു സ്നേഹം കിട്ടാനുള്ള കളിയാണെന്ന് തോന്നുന്നു. പറയാൻ പറ്റില്ല കേട്ടോ. ഇവന്മാര് എന്ത് നാറിയ കളിയും കളിച്ചു കളയും. സുരേഷ് ഗോപി ജയിപ്പിക്കാൻ ഈ പറഞ്ഞ മാതിരി തമ്മാടിത്തം ചെന്നവനാണ് ഈ നാറി എന്നൊക്കെ പറഞ്ഞ് ഗംഭീരാണ്. പിണറായി തമ്പുരാന്റെ കയ്യിൽ ഒരു മുത്തം കൊടു പ്രതാപ, നമ്മളൊന്ന് എന്നല്ലേ? ഉളുപ്പുണ്ട് അനക്ക്? ത്രിഭേഷും ശരത്ലാലും ലാലും ഒക്കെ മോളിരുന്ന് വിങ്ങുന്നുണ്ടാവും. ഈ നാറിയ കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടിയാണ് മാർക്സിസ്റ്റുകാരെ കത്തി മുനയിൽ ഒതുങ്ങിയത് എന്നോർത്ത് ചേറ്റ അതിന്റെ ഒരു ഒലിപ്പേര് എന്നൊക്കെ പറഞ്ഞ് പ്രതാപിനെതിരെയുള്ള കമന്റുകളാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കൾ അതിന്റെ താഴത്ത് മുഴുവൻ കാണാനുള്ളത്. ഇതിനെ രണ്ടു തരത്തിൽ നമുക്ക് കാണാം. ഒന്നുകിൽ പ്രതാപൻ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ഒരു സീറ്റ് പ്രതീക്ഷിക്കുന്നു തൃശ്ശൂരില് വിത്ത് ദ സപ്പോർട്ട് ഓഫ് CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല. CPM സഹകരിച്ചു കൊടുത്താൽ പ്രതാപനൊന്നും എടുത്തിട്ട് CPM സീറ്റ് കൊടുക്കുമെന്ന് വിചാരിക്കുന്നത് മഹാപൊട്ടതരാണ്. ചുമ്മാ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. എന്തൊക്കെയാലും CPM-ന്റെ സഹായം എവിടൊക്കെയോ പ്രതാപൻ ആവശ്യമുണ്ട്. അല്ലാതെ ഈ ഒരു സമയത്ത് ഗോപിയെ ജയിപ്പിച്ചു വിട്ട യൂദാസ് ഈ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ ചില കളികളൊക്കെ കളിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റു പ്രവർത്തകളൊക്കെ എന്ത് കാണണം? ഇനി അടുത്ത കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഇദ്ദേഹത്തിന്റെ കൈ പിടിച്ചതിന്
ഈ ഒരു മനുഷ്യനെ കോൺഗ്രസ് നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന വാർത്ത പോലും ചിലപ്പോൾ തമാശക്കെങ്കിലും നമുക്ക് കേൾക്കാൻ സാധ്യതയുണ്ട്. അടിപൊളി അല്ലേ? പൊപ്പൊളി. ബൊമ്പായി.